സോയ ചങ്ക്സ് വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റൈസ് ഉണ്ടാക്കി നോക്കിയാലോ. ലഞ്ച് ബോക്സിലേക്കെല്ലാം വേണ്ടിയിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. വീഡിയോ മുഴുവനായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണേ. ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബസ്മതി അരിയാണ് എടുത്തിട്ടുള്ളത്. 2 കപ്പ് ബസ്മതി അരി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് കുതിർത്ത് വെക്കാം. അരിയൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് ഒരു 2 കപ്പ് സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കുക. ഇതിന് നമ്മൾ സാധാരണ വേവിച്ചെടുക്കുന്നത് പോലെ തന്നെ ഒരു 1-2 മിനിറ്റ് ഒന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ നന്നായിട്ട് തിളച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് കോരി മാറ്റാം. ഇനി ഇത് നേരെ പച്ചവെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു 3-4 വെള്ളത്തിൽ നന്നായിട്ട് കഴുകിയിട്ടൊന്ന് പിഴിഞ്ഞെടുക്കാം. ഒട്ടും വെള്ളമില്ലാണ്ട് നന്നായിട്ട് പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിൻ്റെ ജാറിലേക്ക് 1.5 ടീസ്പൂൺ മുഴുവനായിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ പെരുംജീരകം പൊടിച്ചതിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ മുഴുവനായിട്ടുള്ള പെരുംജീരകം ഇട്ട് കൊടുത്താലും മതി. ഇനി അതിൻ്റെ അകത്തേക്ക് ഒരു കഷ്ണം ഇഞ്ചിയും ഒരു 5-6 അല്ലി വെളുത്തുള്ളിയും കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരിഞ്ഞു പോണ്ട, ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ചെടുക്കുക. അതിൻ്റെ അകത്തേക്ക് സ്പൈസസ് എല്ലാം ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 2 ചെറുനാരങ്ങ വട്ടത്തിലരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 1 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കുതിരാൻ വെച്ചിട്ടുള്ള അരി വെള്ളം മുഴുവനായിട്ടും കളഞ്ഞിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് കഴിഞ്ഞാൽ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് വേറൊരു സ്റ്റെയിനറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഒരു കടായിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ആദ്യം പൊടിച്ച് വെച്ചിട്ടുള്ള കുരുമുളകിൻ്റെയും പെരുംജീരകത്തിൻ്റെയും എല്ലാം മിക്സ് ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ടീസ്പൂൺ കശ്മീരി മുളക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാല കൂടി ഇട്ട് കൊടുക്കാം. ഇനി പൊടികളെ പച്ചക്കുത്തല മാറുന്നവരെ ഒന്ന് വഴറ്റിയിട്ടെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള സോയ ചങ്ക്സ് ഇട്ട് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം ഇതിലേക്ക് പിടിക്കുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ മസാലയെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് ഒരു 1/4 കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതുപോലെ എല്ലാ ഭാഗത്തും വെള്ളം ആകുന്ന പോലെ വേണം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നേരം ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഒരു 5 മിനിറ്റിന് ശേഷം ഇതുപോലെ എല്ലാം യോജിച്ച് കിട്ടും. എല്ലാം ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചോറിട്ട് കൊടുക്കാം. ഇനി ഈ മസാലയെല്ലാം ചോറിൽ മുഴുവനാകുന്നവരെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്തിട്ടില്ല, ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണുള്ളത്. പെട്ടെന്ന് തന്നെ ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം.
എന്നിട്ട് ഒരു 5 മിനിറ്റ് നേരം കൂടി അടച്ചു വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിരിക്കാം. 5 മിനിറ്റിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളെ സോയ ചങ്ക്സിൻ്റെ റൈസ് റെഡി ആയിട്ടുണ്ട്. എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. വേറെ ഏത് ബിരിയാണിയോ അല്ലെങ്കിൽ റൈസോ ചെയ്തെടുക്കുന്നതിലോ എളുപ്പത്തിൽ ഈ ഒരു റെസിപ്പി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ആകെ ഒരു സോയ ചങ്ക്സ് വേവിച്ചെടുക്കുന്ന സമയം മാത്രമേ എക്സ്ട്രാ വേണ്ടൂ. ഒരു നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്ന അത്ര എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു റൈസും ഉണ്ടാക്കിയെടുക്കാം. രാവിലെ ലഞ്ച് ബോക്സിലേക്കെല്ലാം കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. അത്ര എളുപ്പത്തിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. റൈസെല്ലാം രാത്രി തന്നെ കുക്ക് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു നല്ല ലഞ്ച് ബോക്സ് റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിക്കോ. വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ ഒരു റൈസ് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണേ. താങ്ക്